അലമീൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത്, ഞങ്ങളാണ് ഏറ്റവും അധികം വോട്ടർമാരെ ചേർത്തിട്ടുള്ളത്. 5500ഓളം വോട്ടർമാരെ പുതുതായി ചേർത്തിട്ടുണ്ട്. അത് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ പരീക്ഷിച്ചത്. അത് വളരെ വിജയകരമായി തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ ഒരു ക്രമക്കേടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ 2700 എന്ന കണക്ക് CPM പരാതിയായി കളക്ടറുടെ മുന്നിൽ നൽകുന്നത്. അതിൽ തന്നെ കോൺഗ്രസിനും BJPക്കും പങ്കുണ്ട് എന്ന് പറയുന്നത്. അതിനോട് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? അല്ലമീൻ, കോൺഗ്രസ് നേതൃത്വം പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പ് വ്യക്തമായപ്പോൾ മുതൽ തന്നെ ഗ്രൗണ്ടിൽ പണിയെടുക്കാൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. UDFന്റെ കോൺഗ്രസിന്റെ ഘടകകക്ഷി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് മുൻകൂട്ടി നടപ്പാക്കിയത്. ഇടതുപക്ഷമോ CPMന്റെ ജില്ലാ സെക്രട്ടറിയോ ജില്ലയിൽ നിന്നുള്ള CPMന്റെ മന്ത്രിയോ ഒന്നും തിരഞ്ഞെടുപ്പിൽ വേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയില്ല. അത് നടത്താതെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് എതിർപ്പുയരുമ്പോൾ, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ബഹളം വയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാമ്പുള്ള ആരോപണം മല്ല അവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അല്ലെങ്കിൽ ആ രീതിയിലാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് മാത്രമല്ല, തങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും UDF വലിയ വിജയം നേടിയ മണ്ഡലം കൂടിയാണ്. അവിടെ കള്ള വോട്ടർമാരെ, വ്യാജ വോട്ടർമാരെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്ക വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ ഭീഷണിയോ ഒന്നും തന്നെ കോൺഗ്രസിനില്ല എന്നുകൂടി അവർ പറയുകയാണ്. എന്നു മാത്രമല്ല, മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പോലും ഈ മണ്ഡലത്തിലേക്ക് മാറ്റി ചേർത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിന് കള്ളവോട്ട് ചേർക്കണം, വ്യാജ വോട്ട് ചേർക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമുള്ള BJPയും അതുപോലെ തന്നെ CPMുമാണ് വ്യാജ വോട്ടർമാരെ ചേർത്ത് പാലക്കാട് പിടിക്കാൻ നീക്കങ്ങൾ നടത്തുന്നത്. അതിന് ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട്, സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട്, BLOമാർ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പോലും അതിന് മൗനാനുവാദം നൽകുന്നു എന്ന തരത്തിലുള്ളൊരു ആരോപണം UDF ക്യാമ്പും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും എന്ന് മാത്രമല്ല, സ്മൃതി, വേറൊരു കാര്യം കൂടി, ഈ ആരോപണം ഉയർന്ന, അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ, ഇരട്ട വോട്ടുകളൊക്കെ ചേർക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു എന്നും UDF നേതാക്കൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെ കള്ളവോട്ട് സംബന്ധിച്ചുള്ള സൂചന ലഭിച്ചപ്പോൾ തന്നെ അതിനെതിരെ നിയമപരമായ നടപടികളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അവർ പറയുകയാണ്. ഇപ്പോൾ പക്ഷേ ചേർത്തിരിക്കുന്നത് അത് CPMും BJPയും ചേർന്ന് നടക്കുന്ന ഒരു നീക്കമായിട്ടാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ അതേ രീതിയിൽ തിരിച്ച് തൊടുത്തുവിടുകയാണ് UDF ക്യാമ്പ്. ആ നിലയിലാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത്. സ്മൃതി.